വെള്ളക്കെട്ട് രൂക്ഷമായ ആറന്മുളയിൽ കനത്ത ജാഗ്രതയാണ്. മൂഴിയാർ ഡാമിലെ വെള്ളമാണ് ആറന്മുളയിലേക്ക് ഒഴുകിയെത്തിയത്. രാവിലെ 15 സെന്റിമീറ്റർ തുറന്ന ഡാമിന്റെ ഷട്ടർ 10 സെന്റിമീറ്ററാക്കി കുറച്ചു. കൂടുതൽ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൊല്ലത്തു നിന്നും മത്സ്യബന്ധന ബോട്ടുകളും എത്തിച്ചതാണ് രക്ഷാപ്രവർത്തനം. ആറന്മുളയിൽ നിന്നും മനോജ് ചേരുന്നുണ്ട്. മനോജ്, ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഇപ്പോൾ ആ ഒരു വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. എന്താണ് നിലവിലെ സാഹചര്യം? അവിടെ രക്ഷാപ്രവർത്തകരൊക്കെ ഉണ്ട്. ആളുകളെ വീട്ടിൽ നിന്നും മാറ്റാൻ കഴിയുന്നുണ്ടോ? അതോ ഗോകുൽ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വിമുഖത അവിടുത്തെ പ്രദേശവാസികൾ കാണിക്കുന്നുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം, മനോജ്? ഒരു പരിധിവരെയൊക്കെ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും സ്വന്തം വീട് വിട്ട് വരാൻ മടി കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ ഇവിടെ നിന്ന് പോകുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും NDRFൻ്റെയൊക്കെ ഉദ്യോഗസ്ഥർ ചേർന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ആറന്മുള ക്ഷേത്രത്തിൻ്റെ മറുഭാഗത്താണ്. ഈ ഭാഗത്തായി ഒരുപാട് വീടുകൾ വെള്ളത്തിൽ അങ്ങനെ മുങ്ങിക്കിടക്കുകയാണ്. നമുക്ക് ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ പകുതിയോളം തന്നെ വെള്ളത്തിന് അടിയിലാണ്. അവിടേക്കൊക്കെ നടന്നു പോകാനാകില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റെസ്ക്യൂ ബോട്ടുകളും അതോടൊപ്പം NDRFൻ്റെയും ഈ ഫയർഫോഴ്സിൻ്റെയും ഒക്കെ ഉദ്യോഗസ്ഥർ ചേർന്നാണ് ആ ഭാഗത്തേക്ക് പോകുന്നത്. കൊല്ലത്ത് നിന്ന് ഉൾപ്പെടെ മത്സ്യബന്ധന ബോട്ടുകളും ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. മറുഭാഗത്ത് അവരും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. എന്തായാലും കുറേയധികം പേരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. ഏകദേശം ഈ ഭാഗത്തൊക്കെ ആളുകളെ ഒഴിപ്പിച്ചു കഴിഞ്ഞോ? ഒരുപാട് ആളുകളെ ഒഴിപ്പിച്ചു. ഇപ്പം ആ വീടുകളിൽ ആരും തന്നെ ഇല്ല അല്ലേ സാറേ? എല്ലാവരെയും മാറ്റി കഴിഞ്ഞു. അവിടെ ഇനിയും വീടുകളിൽ നിന്നും വരാൻ മടി കാണിക്കുന്ന കുറേയധികം പേരുണ്ടല്ലോ. പല ഭാഗത്തും ഇങ്ങനെ ഒരു പ്രശ്നം പറയുന്നുണ്ട്. അത് കാരണം വെച്ചാൽ അവർ പ്രായമായവരാണ്. അവർക്ക് ഒന്ന് പേടിയാണ്, രണ്ട് അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് അവർ എന്താ പറയുക വീടിൻ്റെ മുകളിലത്തെ നിലയിൽ നിൽക്കുകയും അവിടെ നിന്ന് ഇറങ്ങാൻ മടിക്കുക. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ അവർക്കൊരു ധൈര്യമായി. ഞങ്ങളുടെ ബോട്ടിൽ കയറി മാക്സിമം അവിടെയുള്ള ആൾക്കാരെല്ലാം ഞങ്ങൾ എന്ത് ചെയ്തു, ഇപ്പം ഇങ്ങോട്ട് ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത്. അതായത് ഈ മൂഴിയാർ ഡാമിൽ നിന്നും ഇങ്ങോട്ടേക്ക് വെള്ളം എത്തുന്നു എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് മാക്സിമം ആളുകളെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ലക്ഷ്യം, അല്ലേ? അതെ, അത് നമ്മൾ ഏതാണ്ട് ഒരു 90% നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിലെ ഈ ഭാഗങ്ങളിലൊന്നും ഇനി ആരും ഇല്ല. പിന്നെ നാട്ടുകാരുടെ സഹകരണം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം നന്നായിട്ട് കൂട്ടായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഈ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കാൻ പറ്റി. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും ഈ ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ വീണ്ടും ആശങ്ക ഉണ്ടാകും. ഒരു പരിധിവരെ ആളുകളെയൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ പറ്റി എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞിരുന്നു 2018 ആ പ്രളയ സാഹചര്യം ഉണ്ടായ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു ഇത്തരത്തിൽ ആളുകളെയൊക്കെ വീടുകളിൽ നിന്നും മാറ്റാനായിട്ട്. പക്ഷേ ഇത്തവണ ആ കാര്യം നേരത്തെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ഇവിടെയുള്ള നാട്ടുകാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്നവർ പറയുന്നത്. എന്നാൽ പോലും ഈ വീടുകളിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഭാഗത്തല്ല, മറ്റു ഭാഗങ്ങളിലായാലും മത്സ്യത്തൊഴിലാളികൾ പോയി അവരെ വിളിക്കുന്ന സമയത്ത് വ്യക്തമാണ്.